ഒരു കുട്ടിയുടെ വളർച്ചാ കാലഘട്ടത്തിൽ കുട്ടികളുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കിപ്പം കുട്ടികളുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വളർച്ചാ ഘട്ടത്തിൽ അവന് കണ്ടും കേട്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുമാണ് പഠിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വീടാണ്. വീട്ടിൽ നിന്നാണ് അവൻ എല്ലാ കാര്യങ്ങളും അനുഭവിച്ച് പഠിക്കുന്നത്. ഈ അനുഭവങ്ങളിലൂടെയാണ് കുട്ടി ലോകത്തെ നോക്കിക്കാണുന്നത്. വീട്ടിൽ സ്നേഹവും പരിഗണനയും സുരക്ഷയും ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടി ആത്മവിശ്വാസത്തോടെ വളരും. അതേസമയം ഭയം, വഴക്ക്, അവഗണന ഇതൊക്കെ ആണെങ്കിൽ കുട്ടിയിലൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. ഇപ്പോൾ വീടുകളിൽ നമ്മൾ കണ്ടുവരുന്നതാണ് പലതരത്തിലുള്ള വഴക്കുകൾ. ഇപ്പം കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടോ, അതുപോലെ അണുകുടുംബത്തിൽ ഇരുന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ടോ. അപ്പോൾ ഈ വീടുകളിൽ ഉണ്ടാകുന്ന വഴക്കുകൾ ഈ കുട്ടികളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? എസ്പെഷ്യലി മാതാപിതാക്കൾക്കിടയിലുള്ള വഴക്കുകൾ കുട്ടികളെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? ഒരു കുട്ടിയുടെ മനസ്സിൽ പോസിറ്റീവിനേക്കാൾ കൂടുതൽ സ്പീഡിൽ കയറുന്നത് നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് എല്ലാം കുട്ടിയുടെ മനസ്സിൻ്റെ രണ്ടാമത്തെ തലത്തിൽ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. മാതാപിതാക്കളുടെ ഈ വഴക്കിൽ നിന്നാണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കയറുന്നത്. ഇങ്ങനെ കിട്ടുന്ന സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഈ നെഗറ്റീവ്സാണ് പിന്നീട് കുട്ടി മുതിർന്നു വരുന്ന സമയത്ത് കുട്ടിയുടെ ജീവിതത്തിലെല്ലാം നിഴലിച്ച് കാണും. ഓരോ നെഗറ്റീവ്സും, കുട്ടിയുടെ നെഗറ്റീവ് ചിന്തകൾ മുതൽ അങ്ങോട്ടുള്ള ഓരോ നെഗറ്റീവ്സും അതൊക്കെ ഭാവി ജീവിതത്തിൽ കുട്ടിയുടെ കരിയറിൽ, കുട്ടിയുടെ ഫാമിലി ലൈഫിലൊക്കെ ഈ നെഗറ്റീവ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇത്തരം സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന കുട്ടി ഒന്നും പ്രതികരിച്ചോളണമെന്നില്ല. എല്ലാം അവർ ഉള്ളിൽ ഒതുക്കും. നിരന്തരം ചീത്ത വാക്കുകളിലൂടെ, ഈ കലഹങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടി അവനിൽ ഭയം, കോപം, കോൺസെൻട്രേഷൻ കുറവ്, അതുപോലെ ഇതൊക്കെ ചിലപ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ, സ്വഭാവത്തിലൊക്കെ സ്വഭാവദൂഷ്യമായിട്ടൊക്കെ പ്രതിഫലിച്ച് കാണും. അങ്ങനെയൊക്കെയാണ് ഈ ചില രീതിയിലുള്ള അബ്യൂസസിലേക്കും അഡിക്ഷനിലേക്കും ഒക്കെ മക്കൾ എത്തിപ്പോകുന്നത്. ഇപ്പം വീടുകളിൽ നിന്നൊക്കെ കുട്ടികൾ കളിക്കുന്ന ഈ ചെറിയ ചെറിയ തെറ്റുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ ശാസിക്കുന്നത് നല്ലതാണോ? ഇത്തരം ശിക്ഷാരീതികളാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഏത് രീതിയിലാണ് അതിനെ നോക്കിക്കാണേണ്ടത്? കുട്ടികളെ വളർത്തുന്നതിൽ പഴയ കാലത്തെ രീതി തന്നെയാണ് നമ്മളിപ്പോഴും സ്വീകരിച്ചു. പുതിയ കാലത്തിലെ മക്കൾക്ക് എന്താണ് കിട്ടേണ്ടതെന്നോ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നോ നമ്മൾക്കറിയില്ല. ഇതിൽ കുട്ടിക്ക് ശിക്ഷയും ശിക്ഷണവും ഉണ്ട്. ശിക്ഷണം എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്ക് തിരിച്ചറിവുണ്ടാക്കി കൊടുക്കുന്നതാണ്. എന്നാൽ ആ ശിക്ഷ നമ്മൾ കൊടുക്കുന്നതോടുകൂടി അത് കുട്ടിയെ അപമാനിക്കലാണ്. ശാസനയിലൂടെ കുട്ടിക്ക് വളരാൻ കഴിയില്ല. അവൻ്റെ വൈകാരികമായ വളർച്ചയ്ക്കും അവൻ്റെ പോസിറ്റീവ് ചിന്താഗതിക്കും ഒക്കെ നമ്മൾ തിരുത്തി കൊടുക്കലാണ് ആവശ്യം. ശാസനയിൽ പാരൻസ് എപ്പോഴും ചോദിക്കുക, നീ എന്താ ഇങ്ങനെയെന്നാണ്. പക്ഷെ അത് കുട്ടിയുടെ വ്യക്തിത്വത്തെ നമ്മൾ ആക്രമിക്കുക ചെയ്യും. അതേസമയം ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് കുട്ടിക്ക് ചിന്തിക്കാൻ കുട്ടിയെ പഠിപ്പിക്കുക ചെയ്യും. അത് മതി അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ പെരുമാറ്റത്തിലും ഒക്കെ മാറ്റങ്ങൾ വരുത്താം. ഒരു കുട്ടിയുടെ വളർച്ചയിൽ അവർക്ക് കിട്ടുന്ന ഇമോഷണൽ സപ്പോർട്ട് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇമോഷണൽ ബ്ലോക്ക് വന്നാൽ ഒരു കുട്ടിയിൽ അവൻ്റെ പെരുമാറ്റത്തിനും സ്വഭാവത്തിലും ഒക്കെ മാറ്റം ഉണ്ടാകും. അതേസമയം അവനൊന്ന് കരയണമെന്ന് തോന്നിയാൽ, ഒരു ഇമോഷണൽ വെന്റിലേഷനാണ്, അവനൊന്ന് കരയണമെന്ന് തോന്നിയാൽ ഒന്ന് ചേർത്ത് പിടിച്ച് അവനെ കരയാൻ അനുവദിക്കുക. അതുപോലെ ഇതുപോലുള്ള ഒരു ഇമോഷൻസൊക്കെ വരുന്ന സമയത്ത് അവനത് പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുക്കുക. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതിന് അത് തിരുത്തി കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ വരുന്ന സമയത്ത് ആ കുട്ടി മുതിർന്ന് വരുന്ന സമയത്ത് അത്ഭുതങ്ങൾ അവരിൽ സംഭവിക്കും. അങ്ങനെ ഒരു സുരക്ഷിതത്വമുള്ള ഒരു വീടായിട്ട് നമ്മളുടെ വീട് മാറണം. ഇമോഷണൽ സേഫ്റ്റി ഉള്ള ഒരു വീട്ടിൽ വളർന്ന കുട്ടി ഭാവിയിൽ നല്ല ബന്ധങ്ങൾ, ശക്തമായ ബന്ധങ്ങൾ സൃഷ്ടിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ പാരൻസ് കൂടുതലായിട്ടും മാർക്സിനാണ് പ്രാധാന്യം നൽകുന്നത്. അതിനേക്കാൾ ഉപരി കുട്ടിയുടെ മനസ്സിന് പ്രാധാന്യം നൽകണമെന്ന് പറയുന്നത് ശരിയാണോ? ഇത് നല്ലൊരു ചോദ്യമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് മത്സരങ്ങളുടെ ലോകത്താണ്. ഇവിടെ മാർക്സിന് വളരെ പ്രാധാന്യമുണ്ട്. എന്നാൽ കുട്ടിക്ക് മാനസികാരോഗ്യം ഉണ്ടെങ്കിലേ നല്ല മാർക്സിലേക്ക് എത്താൻ കഴിയും. മാർക്സ് വേണ്ടാന്ന് നമ്മൾ തീരുമാനിക്കലല്ല വേണ്ടത്. കുട്ടികൾ പഠിക്കുന്ന രീതി, അവർ പഴയ രീതികളിൽ നിന്ന് മാറി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ലേണിംഗ് ആണ് കുട്ടിയിൽ നടക്കുന്നത്. അപ്പോൾ കുട്ടി ആസ്വദിച്ച് പഠിക്കും. അതിനാണ് നമ്മൾ ഈ കുട്ടിയിലുള്ള സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് നടത്തിയിട്ട് കുട്ടിയുടെ പഠനത്തിൻ്റെ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു, എവിടേക്കാണ് കുട്ടിക്ക് ബാക്ക്വേർഡ് ആയിട്ടുള്ളതെന്ന് നോക്കി അതിന് കൃത്യമായി റെമഡിയൽ കോച്ചിങ്ങിലൂടെ കുട്ടിയെ ആ ലെവലിൽ എത്തിക്കാൻ ശ്രമിക്കും. മാർക്സിനെയും മാനസികാരോഗ്യത്തെയും ഒരുമിപ്പിച്ചുകൊണ്ട് നമ്മൾ വൈബോൺ പോലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നു. ഇതിലൂടെ കുട്ടിക്ക് പഠിക്കാനുള്ള മെത്തേഡുകൾ, പുതിയ പുതിയ മെത്തേഡുകൾ അവർ മനസ്സിലാക്കുകയും മാനസികോല്ലാസത്തോടു കൂടി കുട്ടിക്ക് പഠനം ആസ്വദിക്കാൻ കഴിയും. അത് മാത്രമല്ല ഈ ക്യാമ്പിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക്
അവരിൽ കുറേ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവർ ആത്മവിശ്വാസം കൂടുക, പഠന രീതിയിൽ മാറ്റം വരിക, ഗോള് ഫോക്കസ്ഡ് ആവുക, അതുപോലെ ആളുകൾക്കിടയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കാൻ കഴിയുക. ഇത്തരം കുറേ സ്കില്ലുകൾ കുട്ടിയിലേക്ക് എത്തും. അപ്പോൾ ഈ ക്യാമ്പിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയിൽ ഭാവിയിൽ അവൻ്റെ പഠന രീതിയിലും അവൻ്റെ ചിന്താരീതിയിലും അവൻ്റെ സംസാരത്തിലൊക്കെ മാറ്റം നമ്മൾ കാണുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പാരൻസിന് കൊടുക്കാൻ പറ്റിയ എന്ത് മെസ്സേജാണ് ഉള്ളത്? എല്ലാ മാതാപിതാക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ മാറ്റാൻ. സ്വയം മാറാൻ ആരും ശ്രമിക്കുന്നില്ല. ആദ്യം വേണ്ടത് സ്വയം മാറുക, വീട്ടിലെ അന്തരീക്ഷം മാറ്റുക. ഇതാണ് കുട്ടികളുടെ മാറ്റം വരുത്താനുള്ള ഏറ്റവും നല്ല മാർഗം. വീട് ഒരു സ്ഥലമല്ല, കുട്ടിയുടെ മനസ്സ് രൂപപ്പെടുന്ന ഒരു ഇടമാണ്.